السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ അടിത്തറയായ ഇസ്ലാമിക വിശ്വാസകാര്യങ്ങൾ, അഖീദ, അതിൻ്റെ പഠനം ആരംഭിക്കാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ള ആദ്യ ദർസിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. സ്ത്രീകളുടെ ഭാഗത്ത് ശ്രദ്ധിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് സംസാരം കേൾക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ മുതിർന്ന ആളുകൾ സംസാരിക്കാതിരിക്കാൻ പറയണം. ഞാൻ എപ്പോഴും മുമ്പൊക്കെ ഇവിടെ വന്നപ്പോഴൊക്കെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയൊരു കാര്യം ഇന്നും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മളിരിക്കുന്ന മജ്ലിസ്, നമ്മളിരിക്കുന്ന സദസ്സ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സദസ്സാണ്. ദുനിയാവിൽ ഒരിക്കലും ഒരു കാലത്തും ഇതല്ലാത്ത മറ്റൊരു സദസ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട, മൂല്യവത്തായ, ഇതിനേക്കാൾ വിലയുള്ള, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു സദസ്സ് ഉണ്ടാകുകയില്ല. ഒന്ന്, അള്ളാഹുവിൻ്റെ മസ്ജിദാണിത്, അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം. ഇതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമില്ല. രണ്ട്, നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ, അവൻ്റെ ഖുർആൻ പഠിക്കാൻ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, അവർക്കുമേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഇറങ്ങും. എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സമാധാനം. ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ ഒരുമിച്ച് കൂടണമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ മജ്ലിസിൻ്റെ തുടക്കത്തിൽ നമ്മൾ പുതുക്കേണ്ട നിയ്യത്തുകളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ സമാധാനം നമുക്ക് ലഭിക്കണം. ഒന്ന്. രണ്ട്, അള്ളാഹു എന്നുള്ള കാരുണ്യം, അതില്ലെങ്കിൽ നമുക്കൊന്നും സാധിക്കില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മൂടിപ്പൊതിയുന്നവർ ഈ സദസ്സിലുള്ളവരെയാണ്. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മൂടിപ്പൊതിയും. അവൻ്റെ കാരുണ്യമില്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും ഒരു നന്മയും നമുക്ക് ലഭിക്കുകയില്ല. രണ്ട്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാകുന്ന സദസ്സാണ്. വഹഫത്തുഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന സദസ്സ്. മറ്റൊരിടത്തും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സംരക്ഷണം ഇതുപോലെ നമുക്ക് ലഭിക്കില്ല. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും ഇവിടെ. നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ ചെയ്യാൻ ലജ്ജിക്കുന്നത് മലക്കുകളുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നത് ലജ്ജിക്കണം. മസ്ജിദുകളിൽ നിസ്കരിക്കാൻ വരുമ്പോൾ നല്ല സുഗന്ധം പൂശി ദുർഗന്ധമുള്ള ഒരു മണവും, അത് ഉള്ളിൽ നിന്നിട്ടാണെങ്കിൽ പോലും ആ ദുർഗന്ധം പേര് മസ്ജിദിൽ വരരുതെന്നാണ്. അത് മനുഷ്യന്മാർക്കും പ്രയാസം ഉണ്ടാക്കും, കൂടെ നിസ്കരിക്കുന്നവർക്ക്. മസ്ജിദുകളിലെത്തുന്ന മലക്കുകൾക്കും പ്രയാസം ഉണ്ടാക്കും. മലക്കുകൾ നമ്മൾ കാണുന്നില്ല. അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, പ്രത്യേകിച്ച് ദീനിൻ്റെ സദസ്സുകളിൽ, മജ്ലിസുകളിൽ സാന്നിധ്യം അറിയിക്കുന്ന മലക്കുകളുണ്ട്. നമ്മുടെ വിശ്വാസമാണത്. അതുകൊണ്ട് ആ മലക്കുകളുടെ സംരക്ഷണം നമുക്ക് ലഭിക്കണം. മൂന്നാമതായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട നിയ്യത്താണ്. നാലാമതായി, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്, അള്ളാഹു അവൻ്റെ മജ്ലിസിൽ, ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ നമ്മളെ സ്മരിക്കുമെന്നാണ്, നമ്മെക്കുറിച്ച് പറയുമെന്നാണ്. അതാണ് നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടി എപ്പോഴൊക്കെ മസ്ജിദിൽ ഒരുമിച്ച് കൂടുന്നോ അപ്പോഴൊക്കെ നിയ്യത്ത് നമ്മൾ പുതുക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കാം,
അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം നമുക്ക് ലഭിക്കണം. 1. 2, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം. 3, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സംരക്ഷണം അള്ളാഹുവിലൂടെ നമുക്ക് ലഭിക്കണം. 4, അള്ളാഹു നമ്മെക്കുറിച്ച് അവൻ്റെ മജ്ലിസിൽ, അവൻ്റെ സദസ്സിൽ നമ്മെക്കുറിച്ച് പരാമർശിക്കണം. അള്ളാഹു അത്തരത്തിലുള്ളൊരു മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസിനെ മാറ്റുമാറാകട്ടെ. അപ്പോൾ ഈ നിയ്യത്തിന് എതിരായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ശ്രദ്ധ തെറ്റലും, തിരിയലും മറിയലും, സംസാരിക്കലും, അശ്രദ്ധമായിരിക്കലും, ഇതൊക്കെ ഈ നിയ്യത്തിനെ അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങൾ നമുക്ക് നേടുന്നതിന് തടസ്സമായി തീരും എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ അഖീദ പഠിക്കാൻ അതിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്തിനാണ് നമ്മൾ അഖീദ ആദ്യം പഠിക്കേണ്ടത്? ദീനിൽ പല വിഷയങ്ങളുണ്ടല്ലോ. ഖുർആൻ തഫ്സീറുണ്ട്, ഹദീസുകളുടെ വിശദീകരണങ്ങളുണ്ട്, ഫിഖ്ഹുണ്ട്, അനന്തരാവകാശ നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ ആദാബ്, അഖ്ലാഖ്, തസ്കിയത്തുൻ നഫ്സ് നൽകുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തിനാണ് നമ്മൾ അഖീദ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത്? ഇവിടെ ഇങ്ങനെ സ്ഥിരമായൊരു ദർസ് സംവിധാനം തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് നമ്മൾ തുടങ്ങണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നിർദ്ദേശിച്ചു നമുക്ക് അഖീദ തുടങ്ങാം. എന്തിനാണ്? അഹ്ലുസുന്ന വൽ ജമാഅ, അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രത്യേകതയാണ്. അതിൻ്റെ പണ്ഡിതന്മാർ, ഉലമാക്കൾ അവരുടെ കിതാബുകളിലൂടെയും അവരുടെ മജ്ലിസുകളിലൂടെയും ദർസുകളിലൂടെയും മുസ്ലിം ഉമ്മത്തിനെ ആദ്യം പഠിപ്പിക്കുന്ന അഖീദയായിരിക്കും. കാരണം അത് അമ്പിയാക്കളുടെ പാരമ്പര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളിലൂടെ ഈ ഉമ്മത്തിനെ ആദ്യം പഠിപ്പിച്ചത് നിസ്കാരമോ നോമ്പോ സകാത്തോ ഹജ്ജോ മറ്റിടപാടുകളോ സാമൂഹിക ബന്ധങ്ങളോ രാഷ്ട്രീയമായ കാര്യങ്ങളോ ഒന്നുമല്ല, അഖീദയാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഊത്ത്. അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല സമൂഹങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ നിയോഗിച്ചിട്ടുണ്ട്, മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ സമൂഹങ്ങളിലേക്കും അല്ലാഹു മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്, എല്ലാ സമൂഹങ്ങളിലേക്കും. വഇം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ ഔ കമാ ഖാല റബ്ബുനാ സുബ്ഹാനഹു വ തആല. ഏതൊരു സമൂഹമാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ നിയോഗിക്കാത്ത സമൂഹമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താണ് മുർസലീങ്ങൾ അവരുടെ സമൂഹത്തിൽ പറഞ്ഞത്? എന്താണ് ആദ്യം പറഞ്ഞത്? അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് ത്വാഗൂത്ത്, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ത്വാഗൂത്തുകൾ നിങ്ങൾ ഒഴിവാക്കണം. ഇത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്, അഖീദയാണ്, തൗഹീദിൻ്റെ ആശയമാണിത്. ഇതാണ് എല്ലാ അമ്പിയാക്കളും അവരുടെ സമൂഹത്തിൽ ആദ്യം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അമ്പിയാക്കളുടെ പാരമ്പര്യമാണ് ആദ്യം ഒരു സമൂഹത്തെ ഇസ്ലാമിൻ്റെ വിശ്വാസം പഠിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു സകല കിതാബുകളും അവതരിപ്പിച്ചത് ഈ തൗഹീദ് സ്ഥാപിക്കാനാണ്. ഖുർആനാകട്ടെ, അതിനു മുമ്പുള്ള തൗറാത്താകട്ടെ, ഇഞ്ചീലാകട്ടെ, സബൂറാകട്ടെ, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. മുൻകാല അമ്പിയാക്കൾക്ക് അല്ലാഹു വഹിയായി നൽകിയ കിതാബുകൾ, അവർക്ക് അല്ലാഹു നൽകിയ വഹീൻ്റെ അധ്യാപനങ്ങൾ, അതിലെല്ലാം ആദ്യം പഠിപ്പിച്ചത് എന്താണ്? തൗഹീദാണ്, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. അതുകൊണ്ട് ഇത് അമ്പിയാക്കളുടെ പാരമ്പര്യമാണ്. ഇത് കിതാബുകൾ, അല്ലാഹു അവതരിപ്പിച്ച കിതാബുകളുടെ പാരമ്പര്യമാണ്. എന്ത്? ആദ്യം സമൂഹത്തെ അഖീദ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ ആദ്യമായിട്ട് പഠിക്കില്ലല്ലോ, നമ്മൾ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നവരല്ലല്ലോ, പിന്നെ നമ്മളെന്തിനാണ് ഇത് പഠിക്കുന്നത്? സഹോദരങ്ങളെ, ഇസ്ലാമിൽ ആദ്യവും അവസാനവും നടുക്കും എല്ലാ ദിവസവും അഖീദയാണ് നമ്മൾ പുതുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഈമാൻ അത് വസ്ത്രം പഴകുന്നത് പോലെ പഴകും, വസ്ത്രം നുരുമ്പിക്കുന്നത് പോലെ അത് നുരുമ്പിക്കും. അങ്ങനെ വസ്ത്രം നുരുകി പഴകിയാൽ എന്ത് സംഭവിക്കും? അത് നശിച്ചു പോകും. ചിലപ്പോൾ അത് പഴകി 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 ചില ഉലമാക്കൾ പറഞ്ഞു ലാ യബ്ഖാ മിൻഹു ശൈ, അതിൽ യാതൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആ ഈമാൻ താന്ന് തരം താഴും. ഉയരുകയാണെങ്കിലോ 7 ആകാശങ്ങളോളം ഉയരത്തിൽ ആ ഈമാൻ വളരും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്അലുല്ലാഹ തആല അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും. അള്ളാഹുവിനോട് നിങ്ങളുടെ ഹൃദയത്തിലെ ഈമാൻ അത് പുതുക്കാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. എങ്ങനെയാണ് ഈമാൻ പുതുക്കപ്പെടുക? ഈമാൻ പുതുക്കണമെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് ഈമാൻ പുതുക്കി നൽകുക. എങ്ങനെയാണ്? നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസം, അഖീദ, തൗഹീദ് അത് പുതുക്കും, അത് വളരും. ഈമാൻ വളരണമെങ്കിൽ ആ ഈമാൻ പഠിച്ചുകൊണ്ടേയിരിക്കണം. പണ്ഡിതന്മാർ പറയുന്നു, ഈമാൻ നമ്മുടെ മനസ്സിൽ അതിൻ്റെ പുതുക്കം നിലനിൽക്കണമെങ്കിൽ അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. സഹോദരങ്ങളെ, തൗഹീദ്, ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ, അഖീദ, അത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. മരിക്കുവോളം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് പരസ്യമായി ദഅവത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു ആയത്തിറക്കി. വഅൻദിർ അശീറതകൽ അഖറബീൻ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. ഇങ്ങനെയുള്ള പരസ്യ പ്രബോധനത്തിന് അള്ളാഹു കൽപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ഇറക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ കൂടുന്ന അങ്ങാടികളിൽ, ഉഖാലയിൽ, മജന്നയിൽ, ദുൽമജാസിൽ, സഫാ മലയുടെ മുകളിൽ അവിടുന്ന് കയറി നിന്ന് അവിടുത്തെ കുടുംബക്കാരെ വിളിക്കുകയാണ്, പേരെടുത്ത് വിളിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവരെ വിളിച്ചു പറഞ്ഞത് എന്താ? യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ അങ്ങ് പ്രഖ്യാപിച്ചാൽ മതിയോ? അറബികൾക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്താണെന്ന്. നിങ്ങൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചു മനസ്സിലാക്കി ഇബാദത്ത് അല്ലാഹുവിന് മാത്രമെന്ന ആ സാക്ഷ്യവചനം നിങ്ങൾ പ്രഖ്യാപിക്കും. തുഫ്ലിഹൂ, നിങ്ങൾക്ക് വിജയിക്കാം. നബി ആദ്യം തന്റെ സമൂഹത്തെ കേൾപ്പിച്ചത് ഇതാണ്. അവിടുന്ന് അങ്ങോട്ട് മക്കയിൽ എത്ര വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തു? 13 വർഷക്കാലം. 13 വർഷക്കാലവും ഇസ്ലാമിൽ വേറൊന്നും, ഖുർആനിലെ ആയത്തുകളിലൂടെ വേറൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയില്ല. നിസ്കാരം പോലും ഹിജ്റയുടെ അവസാന കാലഘട്ടത്തിലാണ്, ഹിജ്റയോട് അടുത്ത കാലഘട്ടത്തിലാണ്, മക്കയിലെ അവസാന കാലഘട്ടത്തിലാണ് 5 നേരത്തെ നിസ്കാരം പോലും ഫർളാക്കപ്പെട്ടത്. ബാക്കിയുള്ള ഇബാദത്തുകളെല്ലാം മദീനയിലെത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിയമമാക്കിയത് ഈ ഉമ്മത്തിന്. അതുവരെ മക്കയിലെ 13 വർഷക്കാലവും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ കേൾപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്, ഇസ്ലാമിന്റെ അഖീദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലത്തിന് ശേഷം മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിൽ ഹിജ്റ വന്നതിന് ശേഷം ഇറങ്ങിയ സൂറത്തു മുഹമ്മദിൽ 19-ാമത്തെ ആയത്ത്. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക. അല്ലാഹുവിന്റെ റസൂലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് താങ്കൾ പഠിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലേ ഇത്? 13 വർഷക്കാലം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ക്ഷണിച്ചത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹാണ് അവിടുത്തെ സമൂഹത്തിന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് ഹിജ്റ പോയത്, നാടും വീടും എല്ലാം ഉപേക്ഷിച്ച്. അതേ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു 13 വർഷക്കാലത്തിന് ശേഷം മദീനയിലേക്ക് ഹിജ്റ പോയിട്ടും പഠിക്കുക നബിയെ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് പഠിക്കുക നബിയെ, മനസ്സിലാക്കുക. ആ നബിയോടത് അള്ളാഹു മദീനയിലെത്തിയിട്ടും ഇത് ആവർത്തിച്ചു പറഞ്ഞെങ്കിൽ നമ്മളോട് എത്ര തവണ പറയണം? നമ്മൾ എത്ര തവണ ഇത് കാതോർക്കണം? നമ്മൾ എത്രമേൽ ഇത് പഠിക്കണം? മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുകയോ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നതിനേക്കാൾ വലിയ തെളിവ് വേറെ എന്തിനു വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തീർന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മറ്റു നിയമങ്ങളൊക്കെ ഇറങ്ങി, ഇസ്ലാമിന്റെ വിശദാംശങ്ങൾ ഇറങ്ങി, മറ്റു ഇബാദത്തുകൾ ശറഅാക്കപ്പെട്ടു. നോമ്പും സക്കാത്തും ഹജ്ജും മറ്റു സാമ്പത്തികമായ ക്രയവിക്രയങ്ങളും ഇസ്ലാമിന്റെ വിശാലമായ മറ്റു മേഖലകളിലുള്ള നിയമങ്ങളൊക്കെ ഇറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിക്കുന്ന അവസാന ദിവസത്തിലും അവിടുത്തെ മൗത്തിന്റെ സക്കറാത്തിലും അവിടുന്ന് അവസാനമായി പറഞ്ഞ വാചകങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിലുണർത്തി. നമുക്കറിയാം ആ സംഭവം. അവിടുന്ന് മരിക്കാൻ കാരണമായ രോഗം കലശലായി അവിടുത്തേക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. മുഖത്ത് അവിടുന്ന് വിരിക്കുന്ന പുതപ്പ് മുഖത്തെ മൂടിയിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കലശലാകുമ്പോൾ ആ പുതപ്പ് വലിച്ചു മുഖത്തിടും. അവിടത്തേക്ക് ബോധം അറിയും. ബോധം വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് മുഖത്തുനിന്ന് ആ പുതപ്പ് നീക്കും. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ പറയാണ്, അവിടുത്തെ സക്കറാത്തുൽ മൗത്തിൽ അവിടുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപകോപങ്ങൾ ജൂത നസാറാക്കൾക്ക് മേൽ വർഷിക്കട്ടെ. അവർ അവരുടെ അമ്പിയാക്കളുടെ കബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി, മസ്ജിദുകളാക്കി. അള്ളാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്തുകൾ അമ്പിയാക്കളുടെ കബറിടങ്ങളിൽ പോയി അവർ നൽകി. ആദ്യം അള്ളാഹുവിന് വേണ്ടിയാണ് അവർ ഇബാദത്ത് ചെയ്തത്. എവിടെ? അമ്പിയാക്കളുടെ കബറിടങ്ങൾ. പിന്നെ അവസാനം എന്തായി? ആ അമ്പിയാക്കളെ തന്നെ, കബറിലുള്ള അമ്പിയാക്കളെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, ശിർക്കിലേക്ക് അവരെത്തി, കൂപ്പുകുത്തി. അവർക്കുമേൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഉണ്ടാകട്ടെ. എന്തിനാണ് നബി ഈ വാചകം പറഞ്ഞത്? ആയിഷ ബിർ യുഹദ്ദിറു മാ സനഉ, ജൂത നസാറാക്കൾക്ക് സംഭവിച്ച ശിർക്ക്, വിശ്വാസത്തിലുള്ള കലർപ്പ്, തൗഹീദിലുള്ള അപജയം ഈ ഉമ്മത്തിന് വരാതിരിക്കാൻ അവിടുന്ന് അവസാനത്തെ ശ്വാസത്തിൽ പോലും താക്കീത് ചെയ്യുകയായി. അവരുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഈ ഉമ്മത്ത് അത് ചെയ്യാതിരിക്കാൻ വേണ്ടി. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദാ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളാണ്. അല്ലാഹു എൻ്റെ ഖബർ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഈദിന്റെ ആഘോഷ സ്ഥലമാക്കരുത്, ആളുകൾ എപ്പോഴും സന്ദർശിക്കുന്ന ആഘോഷ സ്ഥലമാക്കരുത്. സംഭവിച്ചില്ല. നബിയുടെ ദുആ ആണ്. ഇന്നും അവിടുത്തെ ഖബർ അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു. ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി എൻ്റെ ഖബറിനെ മാറ്റരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകളിൽപ്പെട്ടതാണ്. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യവും അവസാനവും നടുക്കും ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും തൗഹീദ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ പണ്ടേ ജനിക്കുമ്പോൾ തന്നെ തൗഹീദുള്ള ആളാണ്. നമ്മൾ പലരും പാരമ്പര്യം പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് പറയാനുള്ളൂ. ചിലർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അലർജിയാണ്. തൗഹീദ്, ശിർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അലർജിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവസാനവും എപ്പോഴും അവിടുത്തെ ഉമ്മത്തിനെ ഉണർത്തിക്കൊണ്ടിരുന്നത് ഇതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഹദീസാണ്, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നത് എല്ലാ മുസ്ലിമിനുമേലും നിർബന്ധമായിട്ടുള്ള ഫർളായ ഇബാദത്താണ്. ഫരീദത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിർബന്ധമായതെന്നാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ എല്ലാ വിജ്ഞാനങ്ങളും എല്ലാ മുസ്ലിമീങ്ങൾക്കും പഠിക്കൽ നിർബന്ധമാണോ? ആണോ? എല്ലാ വിജ്ഞാനങ്ങളും എല്ലാവർക്കും പഠിക്കാൻ സാധിക്കില്ല. എല്ലാവരും അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാരാവുമല്ലോ. പക്ഷേ എല്ലാവരും പഠിക്കൽ നിർബന്ധമായ വിജ്ഞാനങ്ങളുണ്ട്. അത് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. ഏതൊക്കെയാണ് നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ട, എല്ലാവരും ഒരുപോലെ പഠിക്കേണ്ട വിജ്ഞാനങ്ങൾ? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിന്റെ അഖീദ, തൗഹീദ്, ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ. അതാണ് നമ്മുടെ ആദർശം. സഹോദരങ്ങൾ, എന്താണ് അഖീദ എന്ന് പറഞ്ഞാൽ അറിയോ? അഖീദ എന്ന പദം അഖദ് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. അഖദ യഅഖിദ്, അതിന്റെ അർത്ഥം കെട്ടിയിടുക എന്നാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ വിശ്വാസമായി, ആദർശമായി മരിക്കുവോളം ഒരിക്കലും പിരിയുടയാതെ കെട്ടുറപ്പോടെ നിലനിൽക്കേണ്ടുന്ന നമ്മുടെ വിശ്വാസമാണ് അഖീദ. എന്ത് നമ്മുടെ പ്രവർത്തനത്തിൽ പാളിച്ചകൾ സംഭവിച്ചാലും ഉള്ളിൽ ആ വിശ്വാസത്തിന് ഒരിളക്കം തട്ടാൻ പാടില്ല, മരണം വരെ. അതാണ് അഖീദ എന്ന് പറഞ്ഞത്. അത് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് എല്ലാ മുസ്ലിമും മിമ്പർമ കയറി ഖുതുബ പറയുന്ന ഖത്തീബോ, ആളുകൾക്ക് മുമ്പിൽ ഇമാമായി നിൽക്കുന്ന ഇമാമോ, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനോ, അല്ലെങ്കിൽ ദീൻ പഠിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളോ പണ്ഡിതന്മാരോ പ്രബോധകന്മാരോ മാത്രം പഠിക്കേണ്ടതല്ല. പ്രായപൂർത്തിയായ ഓരോ മുസ്ലിമായ പുരുഷനും സ്ത്രീയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അത് പഠിപ്പിച്ചിരുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 10 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാഹനപ്പുറത്തിന്റെ പിറകിലിരുത്തി നബി പഠിപ്പിച്ചു കൊടുക്കുന്ന വാചകങ്ങൾ നമുക്കറിയാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദ്, ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക്, ഇദാ സഅൽത ഫസ്അലില്ലാഹ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. മോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹു നിന്നെ സഹായിച്ചെപ്പോഴും നിന്നോടൊപ്പം, നിന്റെ മുമ്പിലുണ്ടാകും. അല്ലാഹുവിന്റെ സഹായം സദാ നിന്നോടൊപ്പം ഉണ്ടാകും. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം. നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടണം.
ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിത്തറകളാണത്. ചെറിയ കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചെറിയ കുട്ടികളെ. മഹാനായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ ചെറുപ്പത്തിലെ നബിയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ വന്നതിന്റെ 2ാമത്തെ വർഷമാണ് അദ്ദേഹം ജനിക്കുന്നത്. നബി മദീനയിലേക്ക് ഹിജറ വന്നതിന്റെ 2ാം വർഷം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു എത്ര പ്രായം ഉണ്ടാവും? 8 പ്രായം, 8 വയസ്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100-ലേറെ ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അതിലേറ്റവും സുപ്രധാനമായ ഹദീസാണ് ഇസ്ലാമിന്റെ വിജ്ഞാനീയങ്ങളുടെ ആകത്തുകയിൽ 1/3 പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസ്, സുലുസുദ്ദീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹദീസ്, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസ്. അത് ഉദ്ധരിച്ചത് മഹാനായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു. നബി മരിക്കുമ്പോൾ 8 വയസ്സേ ഉള്ളൂ. 100-ലേറെ ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെറുപ്പത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബ കുട്ടികളെ ഇസ്ലാമിന്റെ അഖീദയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നിരുന്നു. സഹോദരങ്ങളെ, എല്ലാ മുസ്ലിമീങ്ങളും ഒരുപോലെ സംശയലേശമന്യേ പഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ അഖീദ എന്ന് പറഞ്ഞാൽ. നമ്മളെ പലർക്കും ഇസ്ലാമിന്റെ അഖീദ വിശ്വാസ കാര്യങ്ങളുടെ പല അടിത്തറകൾ ഇപ്പോഴും അറിയില്ല. ഈമാൻ കാര്യങ്ങൾ പണ്ടെന്നോ മദ്രസയിൽ നിന്ന് ചൊല്ലി പഠിച്ചിട്ടുണ്ട്. ചിലർക്കത് ചൊല്ലി പറയാൻ വരെ അറിയില്ല. ഓരോ ഈമാൻ കാര്യങ്ങളും, അള്ളാഹുള്ള ഈമാൻ, മലക്കുകളിൽ, അവന്റെ മുർസലുകളിൽ, കിതാബുകളിൽ, ഖിയാമത്ത് നാളിൽ, അള്ളാഹുവിന്റെ ഖലാ ഖദറിൽ, ഈ 6 ഈമാൻ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സംശയത്തിന്റെ പുഴുക്കുത്ത്, സംശയമതി ഹൃദയത്തിൽ, നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ്. പലർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അന്തമിട്ട് വെക്കും. അള്ളാഹു എവിടെ എന്ന് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നവരോട് പോലും ചോദിച്ചാൽ പല ജാതി ഉത്തരവും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇസ്ലാമിൽ ഒരിക്കലും ഇളക്കം തട്ടാൻ പാടില്ലാത്ത അഖീദയുടെ പാഠങ്ങളാണിതെല്ലാം. ഇതെല്ലാം ഓരോ മുസ്ലിമിനും, ഞാൻ പറയട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ചെറിയ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ മുതലേ നട്ടുപിടിപ്പിക്കേണ്ടുന്ന, നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ടുന്ന ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങൾപ്പെട്ടതാണ് അഖീദ. അതുകൊണ്ടാണ് നമ്മൾ അഖീദ ആദ്യമായി തുടങ്ങുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബത്ത്, ഈ ഉമ്മത്തിൽ അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരാണവർ. അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാകാൻ അള്ളാഹു തിരഞ്ഞെടുത്ത, ഭൂലോകത്ത് ഇതുവരെ ജനിച്ചവരാകട്ടെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ജനിച്ച അമ്പിയാക്കളെ ഒഴിച്ചു നിർത്തിയാൽ ആദം നബി മുതൽ ജനിച്ച മനുഷ്യന്മാരിൽ, ഇനി ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന മനുഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് സ്വഹാബത്ത്. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ഉമ്മത്തി ഖർനി, ലോക സമൂഹങ്ങളിൽ, മാനവരാശിയിൽ ഏറ്റവും ഖൈറായവർ എൻ്റെ ഉമ്മത്താണ്, സ്വഹാബത്ത്. ലോക സമൂഹങ്ങളിൽ മനുഷ്യരായി പിറന്നവരിൽ ഏറ്റവും ഖൈറായവർ സ്വഹാബത്താണ്. അപ്പൊ ഇതുവരെ ജനിച്ച സകല മനുഷ്യന്മാരിൽ ഏറ്റവും ഖൈറായവരാരാണ്? സ്വഹാബത്താണ്. ഇനി ജനിക്കാനിരിക്കുന്നവരിൽ ഖൈറായവർ അവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ഉമ്മത്തി ഖർനി. നേരത്തെ പറഞ്ഞ ഹദീസ് എന്താ? ഖൈറുൻ നാസി. നേരത്തെ ഞാൻ അതിനെ ഈ ഹദീസ് തന്നെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ വിഷയത്തിന് തെളിവ് ഖൈറുൻ നാസി ഖർനി എന്നാണ്. ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ എൻ്റെ തലമുറക്കാർ. ഖൈറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമർ എൻ്റെ കൂടെ ജീവിച്ചവർ. അപ്പൊ ഇനി ജീവിക്കാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള സകല മനുഷ്യരെയും, ഇതുവരെ ജനിച്ച സകല മനുഷ്യരെയും പരിഗണിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ സ്വഹാബികളാണ്. മുൻഗാമികളായ പണ്ഡിതന്മാരിൽ ഇമാമിങ്ങൾ ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അവിടുത്തെ വിശ്വസിച്ച് അതിലായി മരിച്ച അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് എല്ലാവരും കുല്ലുഹും ഫിൽ ജന്ന, അവരെല്ലാവരും സ്വർഗത്തിലാണെന്ന് ഖണ്ഡിതമായി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്നാണ് ഇബ്നു ഹസം റഹിമഹുള്ളയെ പോലെയുള്ള പറയുന്നത്. ഈ സ്വഹാബത്ത്, ഇതാണ് സ്വഹാബത്തിന്റെ ഫദ്ൽ. അവരിൽ ഒരാളെ കുറിച്ച് പോലും നമ്മൾ മോശം വിചാരിക്കാൻ പാടില്ല. അവരെ വെറുത്താൽ മൻ അബ്അദഹും അബ്ഗദഹുല്ലാഹ്, അവരെ ആരെങ്കിലും ഒരാളെ വെറുത്താൽ, ഒരാളെ, അള്ളാഹു അവരെ വെറുക്കുന്നതാണ്. മൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്, അവരെ സ്നേഹിച്ചാൽ, ആരാണോ അവരെ സ്നേഹിക്കുന്നത്, അവരോട് സ്നേഹം വെച്ച് പുലർത്തുന്നു, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്.
ഈ സ്വഹാബത്തിനെ മുൻനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കൽ അസ്ഗർ. നിങ്ങൾക്കുമേൽ ഞാൻ ഏറ്റവും ശക്തമായി ഭയപ്പെടുന്നത് ശിർക്കുൽ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? തൗഹീദിനെതിരാണത്, തൗഹീദിന്റെ പൂർണ്ണതക്കെതിരാണ്, ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളുടെ പൂർണ്ണതക്കെതിരാണത്. തൗഹീദിൽ ഭംഗം വരുമെന്നത് സ്വഹാബത്തിന് മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നു എന്നാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബത്തിന് മേൽ ഭയന്നു എന്ന് ചില ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാണ്. ആരാ അബൂബക്കറിനെ സിദ്ദീഖ്? അമ്പിയാക്കൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും സ്വഹാബികളിൽ ഒന്നാമൻ, അമ്പിയാക്കൾക്ക് ശേഷം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ, സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ്, ലശ്ശിർക്കു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നം. അബൂബക്കർ, ശിർക്ക് എന്നത് ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായ രൂപത്തിൽ നിങ്ങളിൽ ഉണ്ടാകും. ഒരു ചെറിയ ഉറുമ്പ് നമ്മുടെ കാലിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് അരിച്ചു വരുന്നത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. പ്രത്യേകിച്ച് രോമങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ കടി കിട്ടുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക എന്തോ അരിച്ചു വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ ഗോപ്യമായി, നമ്മൾ അറിയാതെ, അജ്ഞാതമായി, നിഗൂഢമായി, ദുരൂഹമായി നിങ്ങളിൽ ശിർക്ക് കടന്നു വരും. ആരെ വിളിച്ചിട്ടായി പറയുന്നത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട്, വല്ലദീ നഫ്സി ബിയദിഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിക്കുകയാണ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം, അല്ലാഹു സത്യം, ലശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. വീണ്ടും ആവർത്തിക്കുകയാണ്, ശിർക്ക് എന്നത് ഉറുമ്പരിച്ചു കയറുന്നതിനേക്കാൾ ഗോപ്യമായ രൂപത്തിൽ നിങ്ങളിൽ കടന്നു വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അലാ അദുല്ലുക അലാ ഷൈഇൻ ഇദാ ഫഅൽതഹു ദഹബ അൻക ഖലീലുഹു വ കസീറുഹു. ഞാനൊരു കാര്യം അറിയിച്ചു തരാം, ഇത് നിങ്ങൾ പ്രവർത്തിച്ചാൽ ആ ശിർക്കിൽ നിന്നുള്ള ചെറുതും വലുതുമൊക്കെ അള്ളാഹു ഇല്ലാതാക്കും. എന്നിട്ട് നബി ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കണം, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആ. ആരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക. അല്ലാഹുവേ, നിന്നോട് ഞാൻ ശിർക്ക് വെക്കുന്നത്, അതിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു റബ്ബേ. അന അഅലം വ അന അഅലം. ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നോട് ശിർക്ക് വെക്കുന്നത് റബ്ബേ, ഞാൻ നിന്നോട് അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. നമ്മൾ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഷിർക്കിന്റെ ഏറ്റവും കടുത്ത രൂപമാണ്. അറിഞ്ഞുകൊണ്ട് ഒരാൾ ശിർക്ക് ചെയ്യുക എന്നുള്ളത്. ഇത് സ്വഹാബികൾ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യോ? അവർ വലിയ ശിർക്ക് എന്തായാലും ചെയ്തിട്ടില്ല. നേർക്കുനേരെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് തേടുകയോ അള്ളാഹുവിന് നൽകേണ്ടത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നൽകുകയോ അവരൊരിക്കലും ചെയ്തിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നു, ചെറിയ ശിർക്കിനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, ആളുകൾ കാണാൻ വേണ്ടി നന്മ ചെയ്യുക, ആളുകളെ പേടിച്ച് നന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാതിരിക്കുക, അങ്ങനെ ആളുകൾ പറയാൻ, ആളുകൾ കാണാൻ, ആളുകൾ കേൾക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്ന അവസ്ഥ, റിയ, ചെറിയ ശിർക്ക്. ഇത് ബോധപൂർവം ചെയ്യുന്നതിൽ നിന്ന് അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഞാൻ അറിയാതെ, നമ്മൾ നന്നായി അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനടിയിൽ അറിയാതെ ചിലപ്പോൾ ഇതുപോലെ ആളുകളെ കാണിക്കണം, ആളുകൾ അറിയണം എന്ന ചിന്ത വരും. അതിൽ നിന്നും അല്ലാഹുവേ, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ആയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഹാബത്തിന് മേൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു ഷിർക്കിനെ. ഷിർക്ക് ഇസ്ലാമിന്റെ അഖീദക്കെതിരാണ്, തൗഹീദിനെതിരാണ്. ഒരാളുടെ തൗഹീദ്, ഇസ്ലാമിക അഖീദ നേരായിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് വിശിഷ്യ നമ്മുടെ ഈ ഉമ്മത്തിൽ ഷിർക്ക് ഉറുമ്പരിച്ചു കയറുന്നത് പോലെ വരുമെന്നതിനപ്പുറത്ത് തീയാളിപ്പടരുന്നത് പോലെ പടരും. നമ്മളത് കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അന്ന് സ്വഹാബത്തിനെ മുൻനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് എത്രത്തോളം നമ്മൾ ഇസ്ലാമിന്റെ അഖീദയും തൗഹീദും പഠിക്കണം. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയെ പറ്റി പറയാറുള്ളത് അബുൽ അംബിയ ഇമാമുൽ ഹുനഫാ എന്നാണ്. ഇബ്രാഹിം നബി അള്ളാഹു വിശേഷിപ്പിച്ചത് ഹനീഫ് എന്നാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഷിർക്കിനോട് യാതൊരു ബന്ധവുമില്ലാതെ തൗഹീദിൽ പൂർണ്ണമായി നിലകൊണ്ടവൻ എന്നാണ് ഹനീഫിന്റെ അർത്ഥം.
മാഇലൻ അനി ശിർകി ജാനിഹൻ ഇല തൗഹീദ്. ആ തൗഹീദുള്ള ആളുകളുടെ നേതാവ് ഇമാം എന്നാണ് ഇബ്രാഹിം നബിയുടെ സ്ഥാനപ്പേര് തന്നെ, അബുൽ അംബിയ. അള്ളാഹുവിന്റെ ഖലീലാണ്. അള്ളാഹു ഖലീൽ എന്ന് വിശേഷിപ്പിച്ച നബിമാരിൽ ഒരുവൻ. പിന്നെ വിശേഷിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താണ് ഖലീലും ഹബീബും തമ്മിലുള്ള വ്യത്യാസം? സാധാരണ ഇഷ്ടപ്പെട്ടവരെ ഹബീബ് എന്ന് വിളിക്കാം. പക്ഷെ ഖലീൽ എന്നുള്ളത് അതിനേക്കാൾ ആഴത്തിലുള്ള ഇഷ്ടത്തിനെയാണ് പറയാം. ഇന്റിമസി കൂടുതൽ ഖലീൽ എന്ന പ്രയോഗത്തിലുണ്ട്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അമ്പിയാക്കളിൽ ഒരാൾ അള്ളാഹുവിൻ്റെ ഖലീൽ. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ അള്ളാഹു ഖുർആനിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്താണ് ദുആ? റബ്ബി വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അള്ളാഹു എന്നെയും എൻ്റെ മക്കളെയും. ആരാണ് മക്കൾ? മക്കളും അമ്പിയാക്കളാണ്. ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും അലൈഹിമസ്സലാം. എന്നെയും അമ്പിയാക്കളായ എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് റബ്ബേ നീ എന്നെ അകറ്റണമേ റബ്ബേ, എന്നെ എൻ്റെ മക്കളെയും. ഇബ്രാഹിം നബിയുടെ ദുആ ആണ്. വിഗ്രഹങ്ങളെ തച്ചുടച്ച, ശിർക്കിനെതിരെ അഹോരാത്രം പണിയെടുത്ത, തൗഹീദ് ശബ്ദിച്ചതിന്റെ പേരിൽ പച്ചയായി തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ, ശിർക്ക് ചെയ്യാതിരിക്കുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും കാത്തുരക്ഷിക്കണമേ റബ്ബേ. മുഫസ്സിരിങ്ങൾ ചിലർ പറഞ്ഞു, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നെ ആർക്കാണ് എനിക്കൊന്നും ശിർക്ക് സംഭവിക്കില്ലേ എന്ന നിർഭയത്വത്തിൽ കഴിയാൻ സാധിക്കും? ഇബ്രാഹിം നബിക്ക് ഉണ്ടായില്ല ആ നിർഭയത്വം. നമ്മൾ വിചാരിച്ച് ജനിക്കുമ്പോൾ തന്നെ മുജാഹിദായാൽ, പാരമ്പര്യമായി നമ്മൾ തൗഹീദുള്ള കുടുംബത്തിലായാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരില്ല എന്നാണ്. നമ്മൾ ജാർത്തി പോകുന്നില്ല, അള്ളല്ലാത്തവരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നില്ല, അള്ളല്ലാത്തവരുടെ പേര് നമ്മൾ അറുക്കുന്നില്ല, നേർച്ചയാക്കുന്നില്ല, ഉറൂസും ഈ ജാതി ഇസ്ലാമിന്റെ പേരിൽ അനാചാരങ്ങളൊന്നും നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പോലും നമുക്കിടയിൽ ശിർക്ക് സംഭവിക്കേ. നമ്മളിവിടെ നൂറ്റാണ്ടായി തൗഹീദിന്റെ നവോത്ഥാനം ആഘോഷിച്ചവരാണ് എന്നൊക്കെയാണ് നമ്മൾ മേനി പറയൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യം നമ്മുടെ കേരളത്തിലുള്ള ആർക്കെങ്കിലും ഉണ്ടോ? ഈ ഭൂലോകത്ത് മറ്റാർക്കെങ്കിലും ഉണ്ടോ? അമ്പിയാക്കളുടെ പാരമ്പര്യം, സ്വഹാബത്തിന്റെ പാരമ്പര്യം, തൗഹീദിലുള്ള പാരമ്പര്യം വേറെ ആർക്കാനുള്ള ഈ ഉമ്മത്തിൽ? വേറെ ആർക്കാണ് അവർക്കില്ലാത്ത നിർഭയത്വം തൗഹീദിന്റെ വിഷയത്തിൽ അവകാശപ്പെടാൻ സാധിക്കില്ല എന്നാണ്. അതുകൊണ്ട് ശിർക്കിനെ പേടിയില്ലാതിരിക്കുക എന്നുള്ളത് തൗഹീദ് കുറയുന്നതിന്റെ ലക്ഷണമാണെന്ന്. ശിർക്ക് എനിക്കൊന്നും വരൂല, ഞാൻ പത്തരമാറ്റ് 916 ഹോർമാർക്കുള്ള മൊഹീദാണ് എന്നാരെങ്കിലും മേനി നടിക്കുന്നുണ്ടെങ്കിൽ അവന്റെ തൗഹീദ് പരിശോധിക്കണം എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതെപ്പോഴും നമ്മൾ പേടിച്ചുകൊണ്ടേയിരിക്കണം. തൗഹീദിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇസ്ലാമിന്റെ അഖീദ സദാ മരിക്കുവോളം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉലമാക്കൾ നൂറുകണക്കിന് കിതാബുകൾ, ലക്ഷക്കണക്കിന് പേജുകളിലൂടെ അവർ വിശദീകരിച്ചു വെച്ചിരിക്കുന്നു മുസ്ലിം ഉമ്മത്തിന് ഇസ്ലാമിന്റെ അഖീദ പഠിപ്പിക്കാൻ. ഒരു കിതാബെങ്കിലും ഇവിടുത്തെ ദീനി സ്ഥാപനങ്ങളിൽ അത് പഠിക്കാൻ വേണ്ടി ചെന്നിരിക്കുന്നവരെ പൂർത്തിയാക്കൊന്ന് പഠിപ്പിച്ചാൽ ഈ ഉമ്മത്തിൽ തൗഹീദിന്റെ പ്രകാശം എത്രമേൽ മുൻപത്തേക്കാളേറെ പടർന്നു പന്തലിക്കും. ഒരു കിതാബെങ്കിലും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇസ്ലാമിന്റെ അഖീദ പഠിക്കുന്നതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രസിദ്ധമായ ഹദീസിൽ നമ്മുടെ ഖൽബിൽ, നമ്മുടെ ഈമാനിൽ തൗഹീദ് നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം അവിടുന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരാളുടെ ഖൽബിൽ, ഹൃദയത്തിൽ തൗഹീദില്ലെങ്കിൽ, ഇസ്ലാമിന്റെ അഖീദ വേരുറച്ചിട്ടില്ലെങ്കിൽ അവന്റെ ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കില്ല. അവൻ പിന്നെ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. അവൻ നോമ്പെടുക്കുന്നു, നിസ്കരിക്കുന്നു, സകാത്ത് നൽകുന്നു, ഹജ്ജ് നിർവഹിക്കുന്നു, പക്ഷെ അവന്റെ ഖൽബിനകത്ത്, പുറമേക്ക് അവൻ പലതും പ്രകടിപ്പിക്കുന്നു, ആളുകൾക്കിടയിൽ അവൻ ദീനിയായി അറിയപ്പെടുന്നു, വലിയ സൽക്കർമ്മിയായി പേരെടുത്തു, പക്ഷെ ഉള്ളിൽ തൗഹീദ് വേരുറച്ചിട്ടില്ലെങ്കിൽ എന്താണ് അവൻ പ്രവർത്തിച്ചിട്ട് കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ. ആരാണോ ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചത്, എങ്ങനെ? വഹുവ മുഅ്മിൻ, ഖൽബിൽ ഇസ്ലാമിന്റെ ഈമാനിന്റെ അഖീദ ഊട്ടിയുറപ്പിച്ചവനായ നിലയിൽ, ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവനാണ് സ്വസ്ഥപൂർണമായ ജീവിതം അല്ലാഹു നയിക്കാൻ തൗഫീക്ക് നൽകുക. ദുനിയാവിലും നാളെ ആഖിറത്തിലും
സമാധാനവും വിജയവും സൗഭാഗ്യവും ലഭിക്കുക അവനാണ്. എന്താണ് കണ്ടീഷൻ? ഈമാനുള്ളവനായി, അഖീദ ഊട്ടി ഉറപ്പിച്ചവനായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ആയത്തിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഒരാളുടെ ഖൽബിൽ ഇസ്ലാമിന്റെ അഖീദ ആഴത്തിൽ വേരുറച്ചിട്ടില്ലെങ്കിൽ, വൽ അബ്ദു ബിലാ അഖീദത്തിൻ കൽ ജസദി ബിലാ റൂഹ്, ശരീരത്തിൽ ജീവനില്ലെങ്കിൽ എന്തായിരിക്കും ആ ശരീരത്തിന്റെ അവസ്ഥ? നമ്മുടെ ശരീരത്തിൽ റൂഹ് ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? ശരീരം മരിച്ചു പോകും, മൃതശരീരമാകും. ഇതുപോലെയാണ് ഖൽബിൽ റൂഹില്ലാത്തവന്റെ പ്രവർത്തനം. അവന്റെ പ്രവർത്തനത്തിനൊരു ഫലം ഉണ്ടാവില്ല. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളുടെ ശരീരത്തിനകത്തൊരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസകഷ്ണം നേരെയായാൽ ശരീരം മുഴുവൻ നേരായി. അത് ചീത്തയായാൽ ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ ചീത്തയായി. ഏതാണ് മാംസകഷ്ണം? അല വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഹൃദയത്തിൽ ഇസ്ലാമിന്റെ ഈമാനും അഖീദയും വേരുറച്ചാൽ പുറമേക്ക് അവന്റെ പ്രവർത്തനങ്ങളിൽ അവന്റെ വാക്ക് നന്നാകും, അവന്റെ അമൽ നന്നാകും, അവന്റെ പെരുമാറ്റം നന്നാകും, അവന്റെ സ്വഭാവം നന്നാകും. ആരെങ്കിലും മുവഹിദാണെന്ന് അവകാശപ്പെട്ടിട്ടും തൗഹീദുള്ളവനാണെന്ന് ആളുകൾക്ക് മുമ്പിൽ അറിയപ്പെട്ടിട്ടും സ്വഭാവം മോശമാകുന്നുണ്ടെങ്കിൽ, പെരുമാറ്റം മോശമാകുന്നുണ്ടെങ്കിൽ, വാക്ക് മോശമാകുന്നുണ്ടെങ്കിൽ, പ്രവർത്തനം മോശമാകുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം? അവന്റെ ഖൽബിൽ വേരുറക്കേണ്ടതുപോലെ അഖീദ വേരുറച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൽബിൽ ഇസ്ലാമിന്റെ അഖീദയും ഈമാനും നന്നായി കഴിഞ്ഞാൽ പുറമേക്ക് അവന്റെ ശരീരത്തിലെ സകല പ്രവർത്തനങ്ങൾ നേരാവും. ഉള്ളിൽ അഖീദക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ, കുറവ് സംഭവിച്ചാൽ, എന്തെങ്കിലും തിളക്കം മങ്ങിയാൽ, പുതുക്കം നഷ്ടപ്പെട്ടാൽ, വസ്ത്രം ദ്രവിക്കുന്ന പോലെ പഴകി ദ്രവിച്ചാൽ, ഏതോ കാലത്ത് പഠിച്ചു പിന്നെ പഠിക്കാതിരുന്നാൽ നിന്റെ വാക്കും പ്രവർത്തനക്കും മോശം. ഒരു പക്ഷേ അവൻ അവസാന കാലത്ത് ആ തൗഹീദിൽ നിന്ന് തെന്നിമാറി ഹിദായത്തിൽ നിന്ന് ഭാഗ്യം കെട്ടവനായി മോശം പര്യവസാനത്തിന് വിധേയനായി മരിക്കാൻ ചിലപ്പോൾ കാരണമായേക്കാം, പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ, അഖീദ, തൗഹീദ്, അത് മരിക്കുവോളം വേരുറപ്പിച്ചാലേ അവസാന സമയത്ത് ആ കലിമത്തു തൗഹീദ്, കലിമത്തു ഷഹാദ, കലിമത്തു തഖ്വ, കലിമത്തുൽ ഇഖ്ലാസ്, ഉർവത്തുൽ വുസ്ഖ, അൽ ഹുസ്ന, ഖൗലുസ് സദീദ്, കലിമത്തു തയ്യിബ എന്നൊക്കെ ഖുർആനിൽ വിശേഷിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമുക്ക് തൗഫീഖ് ലഭിക്കുള്ളൂ. ഹൃദയത്തിൽ ഈ തൗഹീദ് എത്രത്തോളം അടർന്നു പന്തലിച്ചോ, ജീവിക്കുന്ന കാലത്ത് എത്രത്തോളം നമ്മൾ നാവിലൂടെയും ഹൃദയത്തിലൂടെയും ശരീരത്തിലൂടെയും തൗഹീദ് സാക്ഷാത്കരിച്ചോ, അത്രത്തോളം നമുക്ക് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തൗഫീഖ് ലഭിക്കുന്നതാണ്. ഇത് പറയാൻ എളുപ്പമാണ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെ അവസാന വാക്കാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കണം. എങ്ങനെയാണ് ഈ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ തൗഫീഖ് ലഭിക്കുക? ദുനിയാവിൽ നമുക്ക് ഏറ്റവും അള്ളാഹുവിന്റെ കാരുണ്യവും സമാധാനവും രക്ഷയും സംരക്ഷണമൊക്കെ വേണ്ടുന്ന സമയമാണ് മരിക്കുന്ന അവസാന സമയം. ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫിത്ന അനുഭവിക്കുന്ന സമയം കൂടിയാണ്. ശൈത്താനും അവന്റെ പരിവാരങ്ങളും നമ്മെ കുഫ്റിലാക്കി ശിർക്കിലാക്കി മരിപ്പിക്കാൻ ആ സമയത്ത് കഠിന പ്രയത്നം, കഠിന പരിശ്രമം അതുവരെ ഇല്ലാത്ത പണിയെടുക്കും. ഈ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമുക്ക് തൗഫീഖ് ലഭിക്കണം. മരിക്കുവോളം മറ്റെന്തിനേക്കാളും ഇസ്ലാമിന്റെ അഖീദക്കും തൗഹീദിനും നമ്മൾ ഖൽബിൽ ആദ്യം പ്രാധാന്യം കൊടുക്കും, എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കണം. അല്ലാത്തൊന്നിൽ ഭാഗ്യം ലഭിക്കൂല. ചില്ലറ കാര്യമല്ല അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാന സമയത്ത് പറയാൻ വേറൊരു വാക്കല്ല നിശ്ചയിച്ചോ? നിങ്ങൾ പറയും, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണമെങ്കിൽ അവസാനം വരെ അത് പഠിച്ചുകൊണ്ടേയിരിക്കണം, അവസാനം വരെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അവസാനിക്കോളം അതിലായി ജീവിക്കണം. വേറെ ഏതെങ്കിലും വാക്ക് തിരഞ്ഞെടുത്തു? ഇസ്ലാമിൽ വേറെന്തൊക്കെ ദിക്റുകളുണ്ട്, വേറെന്തൊക്കെ വാക്കുകളുണ്ട്? ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഒരു മനുഷ്യന്റെ ആദ്യം വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാലേ ആ മുസ്ലിം ആവുള്ളൂ. അവസാനം വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അത് എത്ര കനമുണ്ടാകും അതിന്, എത്ര വിലയുണ്ടാകും അതിന്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ കേൾപ്പിച്ച അത്ഭുതകരമായ ഒരു ഹദീസാണ്. ഹദീസിന്റെ പേര് ഹദീസുൽ ബിതാഖ എന്നാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹദീസുൽ ബിതാഖ. എന്താ ബിതാഖ എന്ന് പറഞ്ഞാൽ? ഗൾഫിലൊക്കെ പോയിട്ടുള്ള പ്രവാസികൾക്കറിയാം എന്താ ബിതാഖ എന്ന് പറഞ്ഞാൽ. കാടിനാണ് പറഞ്ഞ ബിതാഖ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലൊരു ബിതാഖയെ കുറിച്ച് പറഞ്ഞ ഹദീസുണ്ട്. അവിടുന്ന് പറയാണ്, ഈ ഹദീസ് സുനൻ തിർമിദിയിലും ഇമാം അഹ്മദിന്റെ മുസ്നദിലുമൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന സാഹചര്യത്തിൽ അള്ളാഹു ആ സൃഷ്ടികളുടെ തലപ്പത്തൊരു മനുഷ്യനെ കൊണ്ടുവരും. അവരുടെ മുമ്പിൽ ആ മനുഷ്യന്റെ കർമ്മരേഖകൾ, അവൻ ചെയ്തു കൂട്ടിയ ദുനിയാവിൽ അവന്റെ പ്രവർത്തനങ്ങളുടെ രേഖകൾ, ഫയലുകൾ അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. 99 ഫയലുകൾ, രേഖകൾ, അവന്റെ കർമ്മരേഖകൾ അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ഓരോ ഫയലും, ഓരോ റെക്കോർഡും അവന്റെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്നുണ്ടാവും. മഹ്ശർ അങ്ങനെയാണ്. മഹ്ശറിന്റെ പ്രത്യേകത എന്താണ്? മഹ്ശർ ഇങ്ങനെ വിജനമായി, ഉയർച്ചയോ താഴ്ചയോ ഇല്ലാതെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പരന്നു കിടക്കുന്ന, ഒരടയാളമോ ഉയർച്ചയോ താഴ്ചയില്ലാതെ വിജനമായി പരന്നു കിടക്കുന്ന ഭൂമിയായിരിക്കും മഹ്ശർ. അങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ഓരോ ഫയലും ഉണ്ടാവും അവന്റെ കർമ്മരേഖകൾ, അവൻ ചെയ്ത തിന്മകൾ, അവന്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ. എന്നിട്ട് അള്ളാഹു ഓരോന്നും എടുത്ത് അവനോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈഅൻ, ഈ രേഖകളിൽ എന്തെങ്കിലും ഒന്ന് നീ നിഷേധിക്കുന്നുണ്ടോ? നീ ചെയ്തിട്ടില്ല എന്ന് നിനക്ക് അഭിപ്രായമുണ്ടോ? നിന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ മലക്കുകൾ, എന്റെ എഴുത്തുകാരായ മലക്കുകൾ നിന്നോട് അക്രമം പ്രവർത്തിച്ചു, അനീതി ചെയ്തു എന്ന് നിനക്ക് അവകാശമുണ്ടോ? ആ മനുഷ്യൻ പറയും, ലാ യാ റബ്ബ്, ഇല്ല, ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. അള്ളാഹു വീണ്ടും ചോദിക്കും, അഫലക ഉദ്ർ, നിനക്ക് വല്ല ന്യായവുമുണ്ടോ? ഈ ചെയ്ത തിന്മകൾക്ക് എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ? ഉദ്ർ ബോധിപ്പിക്കാനുണ്ടോ? ആ മനുഷ്യൻ വീണ്ടും പറയും, ലാ യാ റബ്ബ്, ഇല്ല റബ്ബേ, എനിക്കൊന്നും പറയാനില്ല, ഇതൊക്കെ ഞാൻ ചെയ്താണ്. ആ മനുഷ്യൻ തുറന്ന് സമ്മതിക്കും. അള്ളാഹു ആ മനുഷ്യനോട് പറയും, ബലാ ഇന്നലക ഇൻദനാ ഹസന, പക്ഷേ എൻ്റെ അടുക്കൽ നിനക്കൊരു നന്മയുണ്ട്, നിന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു നന്മ. ആ മനുഷ്യൻ പറയും, ഏതാണ് ആ നന്മ? അയാൾ അത്ഭുതപ്പെടും. അള്ളാഹു പറയും, ഇന്ന് നിന്നോട് യാതൊരു അനീതിയും പ്രവർത്തിക്കപ്പെടുകയില്ല. അങ്ങനെ ഒരു ബിതാഖ, ഒരു കാർഡ്, ഈ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന 99 അയാളുടെ കർമ്മങ്ങളുടെ രേഖകളുടെ ഇടയിൽ ഒരു കാർഡ് കൊണ്ടുവരപ്പെടുമെന്നാണ്. ഫതഖ്റുജ് ബിതാഖ. ആ ബിതാഖയിൽ എന്തെഴുതിയിട്ടുണ്ട്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തൂക്കാൻ വേണ്ടി പറയും. ആ മനുഷ്യൻ പറയും, യാ റബ്ബ്, മാ ഹാദിഹിൽ ബിതാഖ മാ ഹാദിഹി സിജില്ലാത്ത്, ഈ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ രേഖകൾക്കിടയിൽ ഈ ബിതാഖ കൊണ്ട് എന്താകാനാണ്? ആ മനുഷ്യൻ പറയാണ്. അള്ളാഹു വീണ്ടും പറയും, ഇന്നക ലാ തുദ്ലം, ഇല്ല, ഇന്ന് നിന്നോട് അനീതി പ്രവർത്തിക്കപ്പെടുകയില്ല. അങ്ങനെ ഈ 99 രേഖകളും തുലാസിന്റെ ഒരു തട്ടിലും, ഈ ഒരു ബിതാഖ തുലാസിന്റെ മറുതട്ടിലും വെക്കും. ഫതാശത്തി സിജില്ലാത്ത് വസഖുലത്തുൽ ബിതാഖ, ആ ബിതാഖ കനം തൂങ്ങുകയും ആ സിജില്ലാത്തുകളെല്ലാം മാറിപ്പോകുകയും ചെയ്യും. ഫലാ യഖൽ മഅസ്മില്ലാഹി ഷൈഉൻ, അള്ളാന്റെ ഇസ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനോട് കിടപിടിക്കുന്ന ഒരു ഭാരവുമില്ല, അതിനോളം കനം തൂങ്ങുന്ന ഒരു രേഖയുമില്ല. അത്രയും കനമുള്ള കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് നാവിൽ അത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ മീസാനിൽ അത് ഏറ്റവും കനം തൂങ്ങുന്ന മഹത്തായ അത്ഭുതകരമായ വാചകമാണ്. ഇത് ജീവിതകാലം മുഴുവൻ പഠിച്ച് പുതുക്കി അതിന് കോട്ടം പറ്റാതെ, നിറം മങ്ങാതെ, പഴക്കം തട്ടാതെ കൊണ്ടു നടന്ന് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിലായി മരിക്കാനോ അത് പ്രഖ്യാപിച്ച അവസാന ശ്വാസത്തിൽ വിട പറയാനോ നമുക്ക് സാധിക്കില്ല. ഇത് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെയും കുടുംബത്തെയും നമ്മെ തന്നെയും എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ട മഹത്തായ ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാമിലെ അഖീദ എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ ആദ്യ സൂറത്ത് ഏതാണ്? ആദ്യ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യ ആയത്ത് എന്താണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പണ്ഡിതന്മാരുടെ ശരിയായ അഭിപ്രായ പ്രകാരം സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് സൂറത്തു തൗബയൊഴികെ ബാക്കി എല്ലാ സൂറത്തുകളുടെയും തലപ്പത്ത് അള്ളാഹു ഇറക്കിയ ആയത്താണ്, എല്ലാ സൂറത്തിലും ഒരുപോലെ. സൂറത്തുൽ ഫാത്തിഹയിൽ ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ്. അൽഹംദുലില്ലാ എന്താണ് അർത്ഥം? സർവസ്തുതിയും. ഹംദ് എന്നുള്ളത് ഇബാദത്താണ്, ആരാധനയാണ്. സ്നേഹത്തോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കുക, അതാണ് ഹംദ്. അത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല, കൊടുത്താൽ അത് ശിർക്കാണ്. റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രമാണ് സർവസ്തുതിയും.
ഇത് തൗഹീദാണ്, ഇസ്ലാമിന്റെ വിശ്വാസമാണ്, അഖീദയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് താല്പര്യമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയിൽ ഒന്നാമതായി പറഞ്ഞ ആയത്തിലെ ആദ്യ വാക്ക് തൗഹീദാണ്. തൗഹീദാണ്. അങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ പരിശുദ്ധ ഖുർആനിൽ 114-ാമത്തെ സൂറത്ത് സൂറത്തുന്നാസ്. സൂറത്തുന്നാസ് എന്താ? സൂറത്തുന്നാസിലെ ആദ്യത്തെ ആയത്ത് എന്താ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. പറയുക നബിയെ, ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. തൗഹീദ്. അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ രക്ഷ ചോദിക്കാവൂ. അള്ളാഹു അല്ലാത്തവരോട് അഭയം ചോദിച്ചാൽ അത് ശിർക്കാണ്. ലോകയുടെ റബ്ബായ അള്ളാഹുവിനോടുള്ള രക്ഷാചോദ്യമാണ് സൂറത്തുന്നാസിൽ മുഴുവൻ, അതിന്റെ അവസാനം വരെ. സൂറത്തുൽ ഫാത്തിഹയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തൗഹീദാണ്. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ മുഴുവൻ തൗഹീദാണ്. പരിശുദ്ധ ഖുർആൻ മുഴുവൻ തൗഹീദാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആകത്തുക സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേര് ലഭിച്ചത് ഉമ്മുൽ കിതാബ്, പരിശുദ്ധ ഖുർആനിന്റെ സംഗ്രഹം. പരിശുദ്ധ ഖുർആനിന്റെ ആശയം വളരെ ബ്രീഫായി ചുരുങ്ങിയ രൂപത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് ആ സൂറത്തുൽ ഫാത്തിഹ ദിവസവും എത്ര തവണയാണ് നമ്മൾ ആവർത്തിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അതിന്റെ രഹസ്യം? വേറെ ഏതെങ്കിലും സൂറത്തുൽ ഫാത്തിഹ അല്ലാത്ത മറ്റേതെങ്കിലും സൂറത്ത് ഇതുപോലെ നമ്മൾ ആവർത്തിക്കപ്പെടുന്നുണ്ടോ നിത്യജീവിതത്തിൽ? എന്തുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ആവർത്തിച്ച് അള്ളാഹു നമ്മെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കും? അതിൽ നിറഞ്ഞു നിൽക്കുന്നത് തൗഹീദാണ്, ഇസ്ലാമിന്റെ അഖീദയാണ്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു അർത്ഥം നമ്മൾ പലർക്കും അറിയില്ല. നമ്മുടെ മക്കൾ പലതും പഠിച്ചിട്ടുണ്ടാവും ദുനിയാവിൽ വർഷങ്ങളോളം. അവന്റെ ഒരു യുവത്വ കാലഘട്ടം മുഴുവൻ അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ നാട് പിടിച്ച് ലക്ഷങ്ങൾ മുടക്കി അവനെ പുറത്തൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. സൂറത്തുൽ ഫാത്തിഹ നേരെ പാരായണം ചെയ്യാനോ? സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൊണ്ട് ആരംഭിച്ച, തൗഹീദ് നിറച്ചുവെച്ച, ഖുർആനിന്റെ ആകത്തുക എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ രഹസ്യം, സിറുൽ ഖുർആൻ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും നമ്മളിൽ പലർക്കും അറിയില്ല. സൂറത്തുൽ ഫാത്തിഹ ഇസ്ലാമിന്റെ വിശ്വാസകാര്യങ്ങളുടെ അടിത്തറ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ളവർ പറഞ്ഞു, സിറുൽ ഖുർആനി സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിന്റെ രഹസ്യം സൂറത്തുൽ ഫാത്തിഹയാണ്. സിറുൽ ഫാത്തിഹത്തി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നായിട്ടാണ്. എന്താണ് അർത്ഥം? തൗഹീദിന്റെ അർത്ഥവും അതിന്റെ ആശയം നിറഞ്ഞു നിൽക്കുന്ന വാചകം. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസകാര്യങ്ങളുടെ അടിത്തറ, ഈമാൻ, തൗഹീദ്. അപ്പൊ ഖുർആനിന്റെ ആകത്തുക തൗഹീദാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഖുർആനിൽ ആദ്യത്തെ കൽപ്പന, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ കൽപ്പന, മനുഷ്യർക്ക് നൽകുന്ന ഒന്നാമത്തെ കൽപ്പന എന്താണ്? സൂറത്തുൽ ബഖറയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. യാ അയ്യുഹന്നാസു അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇതാണ് ഖുർആനിലെ ആദ്യത്തെ കൽപ്പന. നിസ്കാരമല്ല, നോമ്പല്ല, മറ്റു സൽക്കർമ്മങ്ങളല്ല, സ്വഭാവം നന്നാക്കാനല്ല, പെരുമാറ്റം നന്നാക്കാനല്ല. ആദ്യത്തെ കൽപ്പന ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻപുള്ളവരെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുവാൻ, ആരാധനകൾ അർപ്പിക്കുവാൻ. ഇതാണ് ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന. അതില്ലെങ്കിൽ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണത് ആദ്യം മനുഷ്യനുണ്ടാകേണ്ടുന്ന നന്മ തൗഹീദാണ്. ആദ്യം അവന്റെ ജീവിതത്തിൽ അവൻ പറിച്ചറിയേണ്ടുന്ന തിന്മ ശിർക്കാണ്. ശിർക്കിനേക്കാൾ ഗുരുതരമായ തിന്മ ഇസ്ലാമിന്റെ ഭാഷയിലില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം. തൗഹീദിനേക്കാൾ മഹത്തരമായ നന്മ ഇസ്ലാമിന്റെ ഭാഷയിലില്ല. അതുകൊണ്ട് അതേ ആയത്തിൽ ഒന്നാമതായി ഖുർആൻ വിലക്കിയ വിലക്ക് അതിന്റെ അവസാനത്തിൽ കാണാം. എന്താണത്? അതേ ആയത്തിന് ശേഷം, അതേ ആയത്തിലല്ല, അതിനുശേഷം യാ അയ്യുഹന്നാസു അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അടുത്ത ആയത്ത് الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളുടെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചു,
നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കി, ആകാശത്തെ മേൽക്കൂരയാക്കി, ആകാശത്തുനിന്ന് മഴയിറക്കി, നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിച്ചു തന്നു, കൃഷി ഉണ്ടാക്കി, നിങ്ങൾക്ക് റിസ്ക് നൽകി. നോക്കൂ, നിങ്ങൾ ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു ഒരു വർഷക്കാലം മഴ തടഞ്ഞു വെച്ചുവെങ്കിൽ, ഒരു വർഷം നമ്മുടെ നാട്ടിൽ മഴ പെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ജീവി ഇവിടെ ഉണ്ടാവില്ല. ഒരു ജീവിക്കും ഇവിടെ റിസ്ക് ലഭിക്കില്ല. ഒരു വറ്റൂടെ ബാക്കി ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മഹത്തായ ആയത്താണിത്. അങ്ങനെ നിങ്ങൾക്ക് തിന്നാൻ അന്നം നൽകിയവൻ ഇവനാണ് നിങ്ങളുടെ റബ്ബ്. ഈ റബ്ബിന് മാത്രമാണ് നിങ്ങൾ ആരാധനകൾ സമർപ്പിക്കേണ്ടത്. അവന് മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞവരായിരിക്കും. ഈ റബ്ബിനെ നിങ്ങൾ മനസ്സിലാക്കിയവരായിരിക്കും. അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സമന്മാരെ സ്വീകരിക്കും. ആ റബ്ബിന് നൽകേണ്ടത് റബ്ബിനോടൊപ്പം മറ്റൊരാൾക്ക് നൽകരുത്. അവന് നിങ്ങൾ സമന്മാരെ സ്വീകരിക്കരുത്. അവനോട് നിങ്ങൾ ശിർക്ക് വെക്കരുത്. പങ്കാളികളെ സ്വീകരിക്കരുത്. അതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ വിലക്ക്. ഇസ്ലാമിൻ്റെ വിശ്വാസം തൗഹീദിനെതിരായ ശിർക്ക്. നോക്കൂ നിങ്ങൾ, അതിൽ തന്നെ പോരെ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ പഠിക്കാനും അത് പഠിച്ചുകൊണ്ടേയിരിക്കാനുമുള്ള ഗൗരവവും പ്രാധാന്യം നമ്മെ അറിയിക്കാൻ? ഇത് മാത്രം പോരെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, ആധുനികരായ ചില പണ്ഡിതന്മാർ, തൗഹീദുള്ള ഒരാളുടെ ജീവിതത്തെ അവർ ഒരു ഇലക്ട്രിക് ലൈറ്റ് അതിനോട് ഉപമിക്കാറുണ്ട്. ഒരു ഇലക്ട്രിക് ബൾബ്, അതിലേക്ക് കറണ്ട് പ്രവഹിച്ചാൽ അത് പ്രകാശിക്കും. കറണ്ട് ഇല്ലെങ്കിലോ അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല, ഇരുട്ടായിരിക്കും. ഇതുപോലെ ഒരു മുസ്ലിമിൻ്റെ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് തൗഹീദ് പ്രകാശിച്ചാൽ, ഒരു ഇലക്ട്രിക് പ്രവാഹം പോലെ അത് പ്രവഹിച്ചാൽ അവൻ്റെ പുറമേക്ക് പിന്നെയുള്ളതെല്ലാം പ്രകാശമായിരിക്കും. അവൻ്റെ വാക്ക് നന്നാവും, അവൻ്റെ നോട്ടം നന്നാവും, അവൻ്റെ നടത്തം നന്നാവും, അവൻ്റെ ഇരുത്തം നന്നാവും, അവൻ്റെ ഇടപാട് നന്നാവും, അവൻ്റെ പെരുമാറ്റം നന്നാവും, അവൻ്റെ രഹസ്യം നന്നാവും, അവൻ്റെ പരസ്യം നന്നാവും, അവൻ നന്നാവും, അവൻ്റെ കുടുംബം നന്നാവും, അവൻ്റെ തലമുറ നന്നാവും, സമൂഹം ഒന്നടങ്കം നന്നാവും. ഹൃദയത്തിൽ ഒരു വിദ്യുച്ഛക്തിയുടെ പ്രവാഹം പോലെ തൗഹീദ് അങ്ങ് പ്രവഹിച്ചാൽ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഇസ്ലാമിന്റെ ഈമാനിന്റെ പ്രകാശം കൊണ്ട് തിളങ്ങുമെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിന് സമാനമായ ആയത്ത് ഖുർആനിലുണ്ട്. കേട്ടില്ലേ നിങ്ങൾ? സൂറത്തു അൻആമിലൂടെ അല്ലാഹു പറഞ്ഞു, അവമൻ കാന മൈതൻ, മരിച്ചവനായിരുന്നവൻ, നിർജീവനായവൻ, ജീവനില്ലാത്തവൻ, ഹിദായത്തോ ഈമാനോ ഇസ്ലാമോ തൗഹീദോ ഇല്ലാത്തവനായിരുന്നു അവൻ. ഫഅഹ്യൈനാഹു, നാം അവന് ജീവൻ നൽകി. ഈമാനിന്റെ തൗഹീദിന്റെ ജീവൻ നൽകി. അല്ലാഹു പറയാണ്, വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്, ആ പ്രകാശവുമേന്തി, ഹിദായത്തിന്റെ ഈമാനിന്റെ തൗഹീദിന്റെ പ്രകാശവുമായി അവൻ ജനങ്ങൾക്കിടയിൽ നടന്നു. ജനങ്ങൾക്കൊക്കെ അത് പകർന്നു കൊടുത്തു. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഉപമ നോക്കൂ. കമൻ മസലുഹു ഫി ദുലുമാത് ലൈസ ബിഖാരിജി മിൻഹാ, ഇങ്ങനെ തൗഹീദിന്റെ ഈമാനിന്റെ പ്രകാശം നേന്തി അത് ആളുകൾക്കൊക്കെ പകർന്നു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, തൗഹീദും ഈമാനും ഇസ്ലാമിന്റെ വിശ്വാസവും ആദർശമൊന്നും അറിയാതെ ഇരുട്ടിലകപ്പെട്ട, അന്ധകാരത്തിലകപ്പെട്ട ഒരുവനെ പോലെയാകുമോ? അവൻ ഇവനും സമമാകുമോ? ആകുമോ? അവനാകട്ടെ ഇസ്ലാമിന്റെ ആദർശവും അഖീദയും വിശ്വാസവും തൗഹീദൊന്നും പഠിക്കാതെ ഇരുട്ടിൽ തന്നെയാണ്, പുറത്തു വരുന്നില്ല. കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. ഇസ്ലാമിനെ പുറത്തു നിൽക്കുന്ന, ഇസ്ലാമിനെ പേരിൽ മുസ്ലിമിൽ മാത്രം ഒതുക്കി ഇസ്ലാമിന്റെ ആദർശത്തെ കൈയൊഴിയുന്ന എല്ലാവരും, എല്ലാ നിഷേധികളും, അവരുടെ ഉപമ ഇതുപോലെയാണ്. ഇരുട്ടിൽ മുങ്ങിത്തപ്പുന്ന, അതിൽ നിന്ന് പുറത്തു കടക്കാനാവാത്തവർ, ഈമാനിന്റെയും തൗഹീദിന്റെയും ഇസ്ലാമിന്റെയും പ്രകാശം ഹൃദയത്തിലേന്തി അത് മാനവർക്ക് പകർന്നു കൊടുക്കാത്തവർ. നോക്കൂ നിങ്ങൾ, തൗഹീദിന്റെ പ്രകാശത്തെ പറ്റിയാണ് ഈ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശം ലഭിക്കുന്നവർ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കണം. 10 കാര്യങ്ങൾ. എന്തിന് നമ്മൾ ഇസ്ലാമിന്റെ അഖീദ പഠിക്കണം, ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ പഠിക്കണം, തൗഹീദ് പഠിക്കണം എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താവുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ. 10ഉം വളരെ ബൃഹത്തായി വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ സമയത്തിൻ്റെ അപര്യാപ്തത കാരണം ഞാൻ ഓടിച്ച് എണ്ണി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, നമ്മുടെ കാമത്തിന് സമയമാകുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ കാര്യം, എന്തിന് നമ്മൾ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ, അഖീദ, തൗഹീദ് പഠിക്കണം? ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടി പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളിച്ച് നമുക്കൊരു 10 പോയിന്റ്സ് ആയതിന് എന്ത് ചെയ്യാം, കുറിച്ചു വെക്കാം. ഒന്നാമതായി, അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മെ പടച്ചത്. എന്തിനാണ് നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചത്? അള്ളാഹു എന്തിനാണ് നമുക്ക് ഈ ജീവിതം നൽകിയത്? ഒരു മനുഷ്യനെ, അവൻ ഈ ദുനിയാവിൽ ജനിച്ച് അവന് പ്രായവും പക്വതയും പ്രായപൂർത്തിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവൻ അലട്ടേണ്ടുന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്, എന്തിന് നാം ഇവിടെ വന്നു? എന്തിനാണ് അവിടെ വന്നത്?
എന്തിനാണ് ഞാനിവിടെ വന്നത്? എന്തിന് ഞാനിവിടെ ജീവിക്കുന്നു? ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു? എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം? ഈ 3 ചോദ്യങ്ങൾ. എന്തിന് ഞാനിവിടെ വന്നു? എന്തിന് ഞാനിവിടെ വന്നു? എവിടെ നിന്ന് വന്നു? ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു? എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം? ഈ 3 ചോദ്യങ്ങൾ. എന്തിനാണ് നമ്മളിവിടെ വന്നത്? നമ്മൾ എങ്ങനെയാണ് വന്നത്? അള്ളാഹുവാണ് നമ്മെ പടച്ചത്, ആരുടെയും സമ്മതമില്ലാതെ, ശൂന്യതയിൽ നിന്ന്. 100 വർഷം മുമ്പ് ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ എവിടെ? 100 വർഷം മുമ്പ് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ, എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു നമ്മൾ. ശുദ്ധ ശൂന്യതയിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം മുഴുവൻ അവൻ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. റബ്ബാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ റബ്ബ് പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്തിനു വേണ്ടി? ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയല്ലാതെ. അതാണ് അല്ലാഹു പഠിച്ചതിന്റെ ലക്ഷ്യം. റബ്ബാണ് നമ്മെ പഠിച്ചത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ റബ്ബ് പറയുന്നു, നിന്നെ പടച്ചത് മനുഷ്യ, എനിക്ക് മാത്രം നീ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. കുറെ പൈസ ഉണ്ടാക്കുക, കുറെ അധ്വാനിക്കുക, വലിയ പുരപണിയുക, ധാരാളം സന്താനങ്ങൾ ഉണ്ടാകുക, ദുനിയാവ് മരിക്കുവോളം മരിച്ച് പണിയെടുത്ത് സമ്പാദിക്കുക, ഇതല്ല നമ്മുടെ ലക്ഷ്യം. ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം എന്താണ്? നിന്റെ ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അവൻ ഉത്തരം അല്ലാഹ് ഇബാദത്ത് ചെയ്ത് അവന്റെ അടിമയായി ജീവിച്ചു മരിക്കുക എന്നുള്ളതാണ്. തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. ആ തൗഹീദ് സാക്ഷാത്കരിക്കാൻ അള്ളാഹു പറഞ്ഞതുപോലെ അവൻ ഇബാദത്ത് ചെയ്ത് തൗഹീദ് മുറുകെ പിടിച്ച് അതിലായി മരിക്കാൻ, അത് പഠിക്കാത്തൊരു പടപ്പിന് എങ്ങനെ സാധിക്കും? അതിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കാത്ത ഒരുത്തൻ എങ്ങനെ സാധിക്കും? ദുനിയാവിൽ പലതും അവൻ പഠിച്ചിട്ടുണ്ടാവും, തൗഹീദിനോളം അവൻ മറ്റൊന്നും ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ, തൗഹീദ് അവന്റെ ഹൃദയത്തിൽ വളർന്നിട്ടില്ലെങ്കിൽ അവനൊരിക്കലും ആ തൗഹീദിലായി മരിക്കാൻ സാധിക്കില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് അള്ളാഹ് നമ്മെ പടച്ച ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ തൗഹീദ് നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ അഖീദ പഠിക്കാത്ത നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ? പറയൂ നിങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു അരക്കാര്യം, ഒരു പൊട്ട് നമുക്കറിയാത്ത നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? പറയൂ നിങ്ങൾ. അറിയാത്തത് പ്രവർത്തിക്കാൻ മനുഷ്യന് സാധിക്കില്ല. അള്ളാഹ്ക്ക് തൗഹീദ് സാക്ഷാത്കരിച്ച് ജീവിക്കണമെങ്കിൽ, നീ പ്രവർത്തിക്കണമെങ്കിൽ നീ അത് പഠിക്കണം, നീ പഠിക്കണം. ഇതാണ് ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തേത്, തൗഹീദില്ലാത്തവൻ അവനൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പരലോകത്ത് സ്വർഗം നേടാനാണ് ദുനിയാവിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുന്നവർ തൗഹീദുള്ളവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, തൗഹീദ് കനം തൂങ്ങിയ ഒരു കാർഡ്, ഒരു ബിതാഖ, അതിൻ്റെ കനം, തൗഹീദ് കൊണ്ടുള്ള കനം അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വാക്കാണ്. കലിമത്തു തൗഹീദാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ തൗഹീദില്ലാതെ സാധിക്കില്ല. ആരാണോ അള്ളാഹുവിനെ ശിർക്ക് വെക്കാതെ, അവന് പങ്കാളികളെ സ്വീകരിക്കാതെ തൗഹീദിലായി മരിച്ചത് ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗപ്രവേശം സാധ്യമാകണം, തൗഹീദ് പഠിച്ച് പ്രവർത്തിക്കണം. 2. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെതിരെ ജീവിച്ചു മരിച്ചവർ, ശിർക്കിലായി മരിച്ചവർ, അവർക്ക് സ്വർഗം ഹറാമാക്കും, അവർക്ക് നരകം നിർബന്ധമാക്കും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരാണോ തൗഹീദ് നഷ്ടപ്പെടുത്തി ശിർക്കിലായി ജീവിച്ച് മരിച്ചത്, അവന്റെ മേൽ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കും, ഹറാമാക്കും. നരകമാണ് അവന്റെ സങ്കേതം. സ്വർഗം ഹറാമാക്കപ്പെടാതിരിക്കണമെങ്കിൽ, നരകത്തിൽ രക്ഷപ്പെടണമെങ്കിൽ തൗഹീദ് പഠിച്ചേ മതിയാവും. 4ാമത്തെ കാര്യം, എത്ര കാര്യം നമ്മൾ പറഞ്ഞു? 3 കാര്യം പറഞ്ഞു. 4ാമത്തെ കാര്യം, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് മേൽ അള്ളാഹു അവനുള്ള ഹക്കായി. നമുക്ക് ഓരോരുത്തർക്കും ഹക്കുണ്ട്. മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം ഹക്കുണ്ട്. മാതാപിതാക്കളോട് മക്കൾക്ക് ഹക്കുണ്ട്, മക്കളോട് മാതാപിതാക്കൾക്ക് ഹക്കുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഹക്കുണ്ട്. ഇങ്ങനെ മനുഷ്യന്മാർക്കിടയിൽ ഹക്കുകളുണ്ട്, ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട്. അള്ളാഹുവിന് നമ്മൾ നൽകേണ്ടുന്ന ഹക്കാണെന്ത്? തൗഹീദ്. അല്ലാ യുശ്രികൂ ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യാതെ, അയ്യുവഹിദുല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഹീദ് മുറുകെ പിടിക്കാനാണ്. ഇതെന്താണ് നമ്മൾ പഠിക്കാതെ എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കുക? തൗഹീദ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതെന്ന് പഠിക്കാതെ എങ്ങനെയാണ് അള്ളാഹിനോടുള്ള ഹക്ക് നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കുക? അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഹക്ക്
നടപ്പിലാക്കണമെങ്കിൽ നമ്മളത് പഠിക്കണം. 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, തൗഹീദുണ്ടെങ്കിൽ അവൻ എത്ര തിന്മകൾ പ്രവർത്തിച്ചാലും അള്ളാഹു അത് പുറത്തു കൊടുക്കും. അള്ളാഹു പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ഭൂമി മുഴുവൻ പാപങ്ങളുമായി നിങ്ങൾ എന്നെ കണ്ടുമുട്ടി, അള്ളാഹുവിൽ ശിർക്ക് വെക്കാതെ തൗഹീദുള്ളവനായി. ഭൂമി നിറയെ പാപങ്ങൾ ചെയ്തു, പക്ഷെ തൗഹീദുണ്ട്, അതാണ് അവൻ്റെ ഏറ്റവും വലിയ നന്മ. അള്ളാഹു പറയുന്നു, ഭൂമി നിറയെ മഗ്ഫിറത്ത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകും. നോക്കൂ നിങ്ങൾ, തൗഹീദുണ്ടെങ്കിൽ മറ്റേതു തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മായ്ച്ചു തരും. നേരെ തിരിച്ച് തൗഹീദില്ലെങ്കിലോ എത്ര വലിയ നന്മ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ പോകുന്നില്ല. അതാണ് എത്രാമത്തെ കാര്യം? ഇപ്പോൾ 5-ാമത്തെ കാര്യം. തൗഹീദില്ലെങ്കിൽ സകല നന്മകളും നിഷ്ഫലമായി തീരും. 99 വർഷം ഒരാൾ തൗഹീദിൽ അധിഷ്ഠിതമായി നിസ്കാരവും നോമ്പും സക്കാത്തും 99 വർഷം അയാൾ ഹജ്ജ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കില്ലെങ്കിലും സങ്കല്പിക്കുക. 100-ാമത്തെ വർഷം അയാളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു. വേണ്ട, അവൻ മരിക്കുന്ന അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് പകരം ആ പ്രയാസം മരണവേദന കടുത്തപ്പോൾ മുഹ്യിദ്ദീൻ ശൈഖയെ കാക്കണേ എന്ന് വിളിച്ച് അയാൾ മരിച്ചു. ആ നിമിഷം വരെ അയാൾ ചെയ്ത സകല നന്മകളും അവിടെ പൊളിഞ്ഞു പോയി, ഒരൊറ്റ വാക്കുകൊണ്ട്. ഇതാണ് ശിർക്കിന്റെ ഗൗരവം. എന്നാൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ശിർക്കിലും കുഫ്റിലുമായി ജീവിച്ചവൻ അവസാന സമയത്ത് മരിക്കുന്ന ഉറപ്പായി, അവന്റെ ജീവിതത്തിൽ സംഭവിച്ച തിന്മകൾക്കൊക്കെ അവൻ തൗബ ചെയ്തു, തൗഹീദ് അംഗീകരിച്ചു. ഒരു സുജൂദ് ചെയ്യാൻ പോലും ചിലപ്പോൾ അവൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവില്ല. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അങ്ങനെ സ്വഹാബി ഉണ്ടായിട്ടുണ്ട്. കുഫ്റിലായി ജാഹിലിയത്തിലായി ജീവിച്ച ഒരു സ്വഹാബി ഇസ്ലാം സ്വീകരിച്ചു, ഷഹാദത്ത് പ്രഖ്യാപിച്ചു. ഉടനെ യുദ്ധത്തിന് വിളംബരം, വേഗം യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധത്തിൽ ഷഹീദ്. ഒരു സുജൂദ് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് അവസരം ഉണ്ടായില്ല. ഇസ്ലാമിലായിട്ട് ഒരു ഇബാദത്ത് പോലും ചെയ്തിട്ടില്ല. ശിർക്കും കുഫ്റും ഒഴിവാക്കി ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലെ ഷഹാദത്ത് പ്രഖ്യാപിച്ചു വന്നു, യുദ്ധം ചെയ്തു, ഷഹീദായി, സ്വർഗത്തിൽ. ഇതാണ് തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കുക? ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കുക? ഇത് പഠിക്കാതെ. അതുകൊണ്ട് തൗഹീദ് എന്തിനു പഠിക്കണം എന്നതിനുള്ള മറ്റൊരു ഉത്തരം ഇതാണ്. ഇപ്പം എത്ര കാര്യം? 6-ാമത്തെ കാര്യം. 7-ാമത്തെ എന്തായാലും ഇതിൽ ഞാൻ കുറിച്ച് വെച്ച് തീരുവോളം പറയാം. 6-ാമത്തെ കാര്യം അല്ലെങ്കിൽ 5-ാമത്തെ കാര്യം, തൗഹീദുള്ളവർക്കേ സമാധാനം ഉണ്ടാവുള്ളൂ. നിന്റെ മനസ്സിൽ നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് സമാധാനമുണ്ടാകണം. ആധുനിക കാലഘട്ടത്തിലെ യുവതലമുറക്ക് അല്ല ഒട്ടുമിക്ക ആളുകൾക്കും പിടികൂടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി. എത്ര തൗഹീദ് ഉണ്ടെന്ന് പറയുന്ന ആളുകളാണ് സ്ഥിരമായി സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നു. സൈക്കാട്രിസ്റ്റുകളെ പിൽസ് അടിക്കാതെ, സ്ലീപ്പിംഗ് പിൽസിൽ അടിക്കാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. തൗഹീദുള്ള ആളുകൾ. തൗഹീദുണ്ടോ നിന്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ട പോലെ തൗഹീദ്. ചിലർക്ക് ജനറ്റിക്കലി ചിലപ്പോൾ മെന്റൽ പ്രോബ്ലം ഉണ്ടാവും. ആ കാര്യമല്ല നമ്മൾ പറയുന്നത്. ശാസ്ത്രീയമായി അത് അയാൾക്ക് ശാരീരികമായി സംഭവിക്കുന്ന എന്തെങ്കിലും ഡിസോർഡർ ആണ് എന്ന് സ്ഥിരപ്പെട്ട വിഷയങ്ങളല്ല. അതല്ലാതെ സംഭവിക്കുന്ന സാഹചര്യവശാലുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളുണ്ടല്ലോ, ജന്മന ഇല്ലാത്ത. ഇതിനൊക്കെയുള്ള ഒറ്റമൂലി തൗഹീദാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്, റബ്ബിന്റെ തൗഹീദ്. അത് കൽബിൽ ഊട്ടി ഉറപ്പിച്ചാൽ അവന് സമാധാനം ലഭിക്കും. ആരാ പറഞ്ഞത്? മനുഷ്യന്മാരെ കൽബിനെ പടച്ച റബ്ബാ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്റെ ഹൃദയത്തിന് സമാധാനം കൈവരുമെന്നാണ് അള്ളാഹ് പറയാണ്. കൽബിനെ പടച്ച റബ്ബ് പറയാണ്, മനുഷ്യന്റെ കൽബിൽ സമാധാനം വരണോ? അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ നിലനിൽക്കാൻ തൗഹീദിന്റെ പഠനവും പ്രവർത്തനവും അല്ലാതെ മറ്റെന്താണ്? തൗഹീദില്ലാത്തവൻ എങ്ങനെയാണ് അള്ളാഹുവിനെ കൽബ് തൊട്ട് സ്മരിക്കാൻ സാധിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് നാഴികക്ക് 40 വട്ടം ലക്ഷക്കണക്കിന് എണ്ണം പിടിച്ചു പറഞ്ഞാലും അതിൽ അത്രയാണ് പറഞ്ഞാൽ എന്ത് ഉപകാരമുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, നേരെ മക്ബറയിലേക്ക് പോകുന്നു, ജാറത്തിലേക്ക് പോകുന്നു, അല്ലാത്തവരെ വിളിച്ചു തേടുന്നു. ഹൃദയത്തിൽ തൗഹീദിന്റെ വിശ്വാസം പഠിച്ച് അതിന്റെ ആശയം മനസ്സിലാക്കി ആദർശമായി വളർത്തി അത് ജീവിതത്തിൽ പ്രവർത്തിച്ച് അള്ളാഹുവിനെ സ്മരിക്കുന്നവർ, അവർക്ക് ഹൃദയത്തിൽ സമാധാനം ലഭിക്കും. സമാധാനം ഉണ്ടാകണോ? ഡിപ്രഷനും ആൻസൈറ്റിയും മാനസിക പ്രശ്നങ്ങളും നീങ്ങണോ? തൗഹീദ് പഠിച്ച് പ്രവർത്തിക്കണം. അടുത്ത കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും നിർഭയത്വവും നിശ്ചയിച്ചിട്ടുള്ളത് തൗഹീദുള്ളവർക്കാണ്.
ആരാണ് ദുനിയാവിൽ വഴികേടിലാകാതെ തിന്മകളിൽ അകപ്പെടാതെ നന്മയിൽ സഞ്ചരിച്ച് അവസാനം നന്നായി മരിക്കുന്നവർ? ആർക്കാണ് ഇവിടെ ആരെയും പേടിക്കാതെ ആകാശത്തിന് മുകളിൽ ഭൂമിക്ക് മുകളിൽ റബ്ബിനെ മാത്രം ഭയക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഭയന്ന് ജീവിക്കുന്ന ധൈര്യശാലിയായി നിർഭയത്വമുള്ളവനായി, തോക്കിൻ മുനമ്പിലാണെങ്കിലും ചീറിപ്പായുന്ന യുദ്ധ ഡ്രോണുകൾക്ക് താഴെയാണെങ്കിലും പൊളിഞ്ഞു വീഴുന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ തന്റെ കുടുംബക്കാർക്കിടയിൽ അവരുടെ മൃതശരീരങ്ങൾക്കിടയിൽ അനാഥനായി ഹനിക്കപ്പെട്ട പിഞ്ചുബാല്യമാണെങ്കിലും നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുമല്ലോ, നിങ്ങളെ മിസൈലിൽ ചുട്ടി ചാമ്പലാക്കുമല്ലോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിക്കുമ്പോൾ അവിടുത്തെ പിഞ്ചുമക്കൾ പറയുന്നു, നസീറു ഇലാ റബ്ബിന, ഞങ്ങളുടെ റബ്ബിലേക്ക് ഒരുമിച്ച് ഞങ്ങൾ യാത്രയാകും, ബോംബിടുന്നവർ ബോംബിടട്ടെ എന്ന തൗഹീദിന്റെ ഭാഷ്യം കൽബിൽ തൊട്ട് നാവിലൂടെ തുളുമ്പാൻ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ആ നിർഭയത്വം ആര് നൽകുന്നു? ആർക്ക് ലഭിക്കുന്നു? അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കൽബിൽ ഊട്ടിയുറപ്പിച്ചവർക്കല്ലാതെ ആ നിർഭയത്വത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. ഹൃദയത്തിൽ തൊട്ട നിർഭയത്വം ആർക്കാ സാധിക്കുക? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഈമാനുള്ളവർ, തൗഹീദുള്ളവർ, ആ ഈമാനിൽ ശിർക്കിന്റെ കറ കലരാത്തവർ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം, വഉലൈക ഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. അല്ലാഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് പരലോകത്ത് മഹ്ശറിൽ നമുക്ക് സ്വർഗപ്രവേശത്തിന് കാരണമാകുന്ന ഏറ്റവും വലിയ ഉപാധി. അതിനു വേണ്ടിയിട്ടാണ് അള്ളാന്റെ റസൂലിനെ വരെ അവിടെ വിളിച്ച് തേടുന്നത്. തൗഹീദിനെതിരായ ശിർക്ക് വരെ ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? നബിന്റെ ശഫാഅത്ത് കിട്ടാനാണെന്ന് പറഞ്ഞിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശഫാഅത്ത് കിട്ടുന്നവരാരാണെന്ന് ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്അദുന്നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് ലഭിച്ച് ഭാഗ്യമടയുന്നവർ, സൗഭാഗ്യം ലഭിക്കുന്നവർ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ ഇഖ്ലാസോടുകൂടി തൗഹീദ് ഊട്ടിയുറപ്പിച്ച് വിശ്വാസമായി പടർന്നു പന്തലിച്ച് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാണോ പ്രഖ്യാപിച്ചത് അവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ഖിയാമത്ത് നാളിൽ ലഭിക്കുക. അവനാണ് ലഭിക്കുക. നമ്പറൊക്കെ ഞാൻ മറന്നിക്കണം. ഇതിപ്പോൾ അടുത്താന്ന് മനസ്സിലാക്കാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവരാണ്. ഇപ്പം എത്ര കാര്യം? 8. 9ാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അവിടുത്തെ നബിയോട് പോലും കൽപ്പിച്ച പഠിക്കാൻ പറഞ്ഞ കാര്യം, ഫഅലം അന്നഹു, നമ്മൾ ആദ്യം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പം എത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയും ഈ തൗഹീദില്ലാതെ സ്വീകരിക്കുകയില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞോ. നമ്മുടെ നന്മകൾ വർദ്ധിക്കണമെങ്കിൽ, ഒരാൾക്ക് നന്മ ചെയ്ത് അടുത്ത നന്മയിലേക്ക്, നന്മയിൽ നിന്ന് നന്മയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കണമെങ്കിൽ തൗഹീദുള്ളവനെ സാധിക്കുള്ളൂ. തൗഹീദില്ലാത്തവനോ സാധിക്കുകയില്ല. കാരണം എന്താ? തൗഹീദുള്ളവനാണ് അള്ളാഹു എനിക്ക് ഇതിന് പ്രതിഫലം നൽകും, അള്ളാഹു എനിക്ക് സ്വർഗം നൽകും, അള്ളാഹുവിന് വേണ്ടി ഞാൻ പണിയെടുക്കുന്നു, ആരും കാണിക്കാനല്ല, ആരും അറിയിക്കാനല്ല. ഈ തൗഹീദുള്ളവനെ നന്മകൾ അധികരിപ്പിക്കാൻ സാധിക്കുള്ളൂ. തൗഹീദ് ഇല്ലാത്തവന് നന്മകൾ അധികരിപ്പിക്കാൻ സാധിക്കുകയില്ല. തൗഹീദുള്ളവനെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുള്ളൂ. തൗഹീദില്ലാത്തവന് ആരെ പേടിക്കണം? ആരെ ശിക്ഷയെ ഭയക്കണം? ഏത് നരകം ഭയക്കണം? ഏത് പരലോകത്തെക്കുറിച്ച് ആലോചിക്കണം? അതുകൊണ്ട് തൗഹീദുള്ളവനെ നന്മകൾ അധികരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുള്ളൂ. ഇനിയും ഒരുപാട് കാര്യം, ഇപ്പോൾ 10-11 ആയില്ലേ. ഹാദാ നക്തഫി ബിഹാദൽ ഖദർ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ 2ാം ശനി ഒഴികെയുള്ള ശനിയാഴ്ചകളിൽ ഈ സമയത്ത് നമ്മളിത് ഈ കിതാബാണ്, കിതാബുൽ അർബഈൻ ഫി ഹുഖൂഖി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന ഒരു ചെറിയ കിതാബ്. ഈ കിതാബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 40ഓളം ഹദീസുകളുണ്ട്. ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങൾ, അഖീദ പഠിപ്പിക്കുന്ന, അതടങ്ങിയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്തിലൂടെ സ്വഹീഹായി സ്ഥിരപ്പെട്ട 40ഓളം ഹദീസുകൾ. അത് ക്രോഡീകരിച്ച ഒരു ചെറിയ കിതാബാണ്. ഇതിന് വിശാലമായ 100 കണക്കിന് പേജുകളുള്ള വിശദീകരണങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവലംബിച്ചിട്ടായിരിക്കും ഈ ദർസ് മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിൽ ഓരോ ഹദീസും നമുക്ക് ഒരാഴ്ച ഉണ്ട് ഒരു ഹദീസ് പഠിക്കാൻ. അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് സാധിക്കുന്നവർക്കത് മനഃപ്പാഠമാക്കി ഈ കിതാബ്, ഇതിലെ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഹിഫ്ളാക്കാനുള്ള അവസരമുണ്ട്. അതിനും കൂടിയാണ് ഈ കിതാബ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ PDF ഞാൻ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അത് പ്രിൻ്റ് എടുത്ത്, ബുക്ക് കിട്ടണമെങ്കിൽ ഗൾഫിൽ പോകണം. ഇത് UAE നിന്ന് പ്രിൻ്റ് ചെയ്യുന്ന ബുക്കാണ്. ഇമാറാത്തിലുള്ള അനീസ് ബിൻ നാസർ അൽ മുസാബി എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്
ഈ കിതാബ് രചിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ, അഖീദയുടെ അടിത്തറകൾ ഉൾക്കൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40ഓളം ഹദീസുകളിലൂടെ ഇസ്ലാമിൻ്റെ അഖീദ പഠിപ്പിക്കുന്ന ഒരു ചെറിയ ലളിതമായ കിതാബാണിത്. അതുകൊണ്ട് ആർക്കും ആരുടെ മുമ്പിലും, ഇപ്പോൾ സാധാരണഗതിയിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സലഫി ഉലമാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾ അവരുടെ പേര് പറഞ്ഞ് നമ്മൾ സമൂഹത്തിലേക്ക് പറയുമ്പോൾ അവരെ നിങ്ങളെ ശൈഖല്ലേ, ഇത് നിങ്ങളെ കിതാബല്ലേ, നമ്മൾ അംഗീകരിക്കൂല എന്ന് പറയും. ഇദ്ദേഹം ഈ കിതാബ് എഴുതിയതിൻ്റെ, ഇങ്ങനെ ഈ കിതാബ് ക്രോഡീകരിച്ചതിൻ്റെ രഹസ്യമായി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം എന്താ, ഇതുള്ളതൊക്കെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു എന്ന് പറഞ്ഞ് സഹാബികളെ ഉദ്ധരിച്ച് കൊടുത്തിട്ടുള്ള ഹദീസുകളാണ്. ഇതിലുള്ള ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ ഒരുത്തനെ എതിർത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയാണോ എതിർക്കുക? അതുകൊണ്ട് അനിഷേധ്യമായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ഇസ്ലാമിൻ്റെ അഖീദയാണ്, തൗഹീദ് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ പങ്കുവെക്കാം, അത് സാധിക്കുന്നവർക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കുക. ഓരോ ഹദീസും നമ്മൾ ആ ദർസ് പൂർത്തിയാക്കുന്നതോടുകൂടി പഠിക്കുകയും അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് അതിലെ പാഠങ്ങൾ കുറിച്ചു വെക്കുകയും ചെയ്യുന്ന പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين. صلى الله وسلم وبارك نبينا محمد وعلى آله وصحبه.